കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരുപാട് അൺഹെൽത്തി സിറ്റുവേഷൻ ആയിരുന്നു. ഗ്യാസിന്റെ പ്രോബ്ലം, മൈഗ്രെയിൻ, തൈറോയിഡ്, അതുപോലെ മുട്ടിന് രണ്ടിന് വേദന, നടുവേദന എന്ന് പറഞ്ഞാൽ ഇരുന്നെടുത്തുനിന്ന് എഴുന്നേറ്റാൽ ഒരു 10 സ്റ്റെപ്പ് നടന്നാലാണ് എനിക്ക് ശരിക്കും നിവർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ നോർമലി എല്ലാ സ്ത്രീകളും പറയുന്നത് പോലെ 2 പ്രസവമൊക്കെ കഴിഞ്ഞ നടുവേദനയ്ക്ക് ഉണ്ടാവും. ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുട്ടുവേദന ഭയങ്കര കലശലായി. അതുപോലെ എനിക്ക് ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പറ്റാത്ത പെയിനാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാല് ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലൊക്കെ കാല് മാറ്റി മാറ്റി വെച്ച് അങ്ങനെയാണ് ആ വേദനകളൊക്കെ മാനേജ് ചെയ്തത്. ഇപ്പൊ മുട്ടുവേദനയ്ക്ക് ഡോക്ടറെ കണ്ടു. 42ാമത്തെ വയസ്സിലെ ഡോക്ടർ എന്നോട് മുട്ടിന് സർജറിയാണ് പറഞ്ഞത്. ഇപ്പൊ 2 മുട്ടും സർജറി ചെയ്യണം. വെയിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തു. ഡോക്ടർ എൻ്റെ അടുത്ത് ഒരു 5 കിലോ വെയിറ്റ് ലോസ് ചെയ്തിട്ട് വന്ന് സർജറി ചെയ്യാനായിട്ട് പറഞ്ഞു. അതെന്റെ ഭാഗ്യമായിരുന്നു. കാരണം വെയിറ്റ് ലോസ് ചെയ്യാൻ ഈ പ്രോഗ്രാം നല്ലതാണെന്ന് എനിക്കൊരു 12 വർഷം മുന്നേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒന്നും ആലോചിച്ചില്ല, ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നു. 1 മാസം കൊണ്ട് 5 കിലോ വെയിറ്റ് ലോസ് ആണ് പ്ലാൻ ചെയ്തതെങ്കിലും 7.5 കിലോ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. മുട്ടുകൾ തമ്മിൽ കൂട്ടി ഒരയുന്ന ശബ്ദം, കിരികിരാന്ന ശബ്ദം കേൾക്കുന്ന ഒരു കണ്ടീഷനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ വേദന കുറഞ്ഞ പ്രോസസ്സില് എന്റെ മൈൻഡ് മാറി. സർജറി ചെയ്യണ്ട, അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു. അതുപോലെ യൂട്രസിന് ഫൈബ്രോയിഡ് ഉണ്ടായിട്ട് ഒരു എമർജൻസി സർജറി കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വെച്ച, എനിക്ക് പീരീഡ്സ് ആയ കാലം മുതൽ ഒരു ചിലപ്പോൾ 15 ദിവസം കൂടുമ്പോൾ ആവും, അല്ലെങ്കിൽ ഒരു 1.5 മാസം 2 മാസം കൂടുമ്പോഴാണ് ആവുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് അതിന്റെ ചേഞ്ച് വന്നു. ഇതുപോലെ ഇരുന്നിരുന്ന ഞാൻ 24 കിലോ വെയിറ്റ് കുറച്ചു. ഹെൽത്തി ആയ പ്രോസസ്സിൽ എന്റെ സ്കിന്നിൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, മുഖം മുഴുവനും പാടുകളായിരുന്നു. ഫാറ്റി ലിവർ, അത് ഫാറ്റി ലിവർ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ വരുമ്പോ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഇവിടെയൊക്കെ പാട് കാണുമ്പോൾ എനിക്കറിയാം, തോന്നുന്നുണ്ട്. കാരണം എന്റെ ഫുഡ് ഹാബിറ്റ് അങ്ങനെയായിരുന്നു. അരിഷ്ടം ഒരു ദിവസം 1 കുപ്പി അരിഷ്ടം കുടിക്കാൻ പറ്റിയ അത്രയും കുടിക്കും ഗ്യാസ് മാറാനായിട്ട്. അതുപോലെ ലേറ്റ് നൈറ്റ് ഒരു 10, 9:30, 10 മണിക്ക് മാത്രമാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിന് മുന്നേ വെള്ളം കുടിക്കുന്ന ശീലം തീരെ ഇല്ലായിരുന്നു. ആ ഒരു രീതിയില് ഒരു ഫുഡ് ഹാബിറ്റ്, ഇതെല്ലാം കൊണ്ട് ഇത്രയും മോശമായ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്ന ഞാൻ 24 കിലോ വെയിറ്റ് ലോസ് ചെയ്ത പ്രോസസ്സിൽ എന്റെ ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ചെയ്തു. ശരീരത്തിന് ആവശ്യമായ വെള്ളം കറക്റ്റ് ആയിട്ട് കൊടുത്തു. ആ ഒരു പ്രോസസ്സിൽ എനിക്ക് കിട്ടിയ റിസൾട്ട്, ഈ 2 മുട്ടിന്റെയും സർജറി എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാ അവയവങ്ങളോടും കൂടെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് 5 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാതെ ഇരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്.